പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ പകലും ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കാം. പ്രാർത്ഥനയോട് നമ്മുടെ ചിന്തയെ അതിൻ്റെ ചിന്തയ്ക്ക് വേണ്ടി തിരിക്കാം. നിങ്ങളുമായി പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പകൽക്കാലം എന്നെ ഏൽപ്പിച്ച ചിന്ത ഇന്ന് നിങ്ങൾക്ക് ഞാൻ കൈമാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. പ്രാർത്ഥനയോട് നമ്മൾക്ക് ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാൻ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ വരും. വലത്തുഭാഗത്തെ കള്ളനോട് കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്നോട് പറുദീസയിൽ ഇരിക്കും. പറുദീസയുടെ ഓഹരിക്കാരനാക്കി കള്ളനെന്ന് പേര് കിട്ടിയവനെ കർത്താവിന് മാറ്റുവാനിടയായി. കർത്താവ് നമ്മുടെ പേരിനെ മാറ്റം വരുത്തും. കർത്താവിന് നമ്മളെ വേണമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരും. ആരും തന്നെ കാണരുതെന്നും പറഞ്ഞ് അവമാനഭാരത്താൽ ഒരു സ്ത്രീ നട്ടുച്ചയ്ക്ക് വെള്ളം കോരുവാനായി യാക്കോബിന്റെ കിണറിന്റെ അരിയിലേക്ക് നടന്നു. എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ അവൾ വരില്ല. എല്ലാവരെയും ഫേസ് ചെയ്യാൻ അവൾക്ക് കഴിയില്ല. രാവിലെയും വൈകിട്ടും മറ്റുള്ളവരൊക്കെ കൂട്ടം കൂടി വെള്ളം കോരുവാൻ വരുന്ന സമയത്തും ഇവൾക്ക് വരാൻ പറ്റത്തില്ല. കാരണം അവൾക്ക് ആ നാട്ടിലുള്ളവരെല്ലാവരെയും ഫേസ് ചെയ്യാനായിട്ട് അവൾ ഭയത്തോടെ ആയിരുന്നു അവിടെ ജീവിതം. അവൾ പരാജയപ്പെട്ട വിവാഹങ്ങളും ഇപ്പോഴത്തെ ജീവിതവും. എന്നാൽ ആരും അവളെ കാണരുതെന്നോർത്ത് നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്തേക്ക് അവൾ കടന്നു വന്നപ്പോൾ അവളെ കാത്ത് ഒരുവൻ ഇവിടെ ഇരിപ്പുണ്ട്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കർത്താവ് അവളോട് ചോദിക്കുന്നു, അല്പം വെള്ളം കുടിപ്പാൻ തരുമോ? ഇപ്പോൾ പറഞ്ഞു, യഹൂദനായ നിനക്ക് ഞാൻ എങ്ങനെ വെള്ളം തരും? നമ്മൾ തമ്മിൽ സമ്പർക്കമില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു കാര്യം അത് ചിന്തിക്കാൻ പോലും വയ്യായിരുന്നു അവൾക്കൊരിക്കലും കർത്താവിൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചോടാൻ പറ്റിയില്ല. കർത്താവും ആ സ്ത്രീയും മാത്രം, മറ്റാരും ആ സമയത്ത് അവിടെ ഇല്ല. ആ സ്ത്രീയോട് കർത്താവ് പറയുന്നു, ഞാൻ നൽകുന്ന വെള്ളം കൊടുക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കത്തില്ല. ഭൗതികമായ ദാഹത്തിനപ്പുറം യേശു ലക്ഷ്യം വെച്ചത് അവിടെ ആത്മാവിലുള്ള ദാഹത്തെയാ. കർത്താവും സ്ത്രീയും ഒറ്റയ്ക്ക് സംഭാഷണം തുടങ്ങിയപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾക്ക് കഴിഞ്ഞ നാളിൽ അനുഭവിച്ച ഓരോ വേദനയും അവൾ ഇപ്പോൾ അനുഭവിച്ചതുമൊക്കെ അവളുടെ മുമ്പിൽ കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ പകരം കർത്താവിന് ചൂഷണം ചെയ്തോ, ഇവള് തെറ്റുകാരിയാണെന്നോ അവൾ മോശക്കാരിയാണെന്നോ ഒന്നും കർത്താവ് പറയാതെ കുറ്റപ്പെടുത്താമായിരുന്നു. എന്ത് പറഞ്ഞും അവളെ കുറ്റപ്പെടുത്താമായിരുന്നു. എന്നാൽ കർത്താവ് അവളെ അറിഞ്ഞു, അവളുടെ ഹൃദയത്തെ അറിഞ്ഞു, അവളൊരു സത്യം അറിഞ്ഞു. ഈ ലോകത്തിൽ എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ച പോലെ ഈ വ്യക്തിയുടെ മുന്നിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിച്ചതാ. എന്നാൽ ഞാനൊന്ന് തിരിച്ചറിയുന്നു, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരാളെ പോലെയല്ല. അവൾക്ക് സന്തോഷമായി സമാധാനമായി അവൾ ചോദിക്കുന്നു, അങ്ങ് മശിഹായാണോ? യേശു പറയുക, അതെ, ഞാൻ മശിഹായ. കർത്താവിനെ കണ്ടുമുട്ടിയ ആ നിമിഷം അവിടെ ഉള്ളിലെ ഭയം മാറി, നിരാശ മാറി, അവിടെ വിശ്വാസം വർദ്ധിക്കുവാനിടയായി തീർന്നു. ഇങ്ങനെയാണ് കർത്താവിൻ്റെ ഇടപെടൽ. വലിയ മാറ്റം അവൾക്ക് സംഭവിച്ചു. അവൾ ആ വെള്ളം, അവൾ പഴയ കുടം, പാപത്തിന്റെ കുടം അവൾ ഉപേക്ഷിക്കുവാനിടയായി തീർന്നു. ലോകം അവളെ പാപി എന്ന് വിളിച്ചവൾ സമൂഹത്തിന് മുമ്പിൽ അവൾക്ക് വരാൻ ഭയമായിരുന്നു. എന്ന കർത്താവ് അവളെ തൊട്ടു. ദൈവിക പദ്ധതിക്കകത്ത് നിന്നുകൊണ്ട് കൈകൊണ്ട് സ്പർശിക്കാതെ കർത്താവിൻ്റെ ഇടപെടൽ അവളുടെ ജീവിതത്തിലുണ്ടായി. അവളെ പേടിച്ചവൾ നോക്കിക്കൊണ്ടിരുന്ന ആ ജനത്തിന്റെ അടുത്തേക്ക് അവൾ ഇറങ്ങി ചെന്നിട്ട് പറയുക, എന്നോട് പറഞ്ഞ ഒരു വ്യക്തിയെ, എൻ്റെ രഹസ്യം വെളിപ്പെടുത്ത ഒരു വ്യക്തിയെ വന്ന് കാൺമീൻ. അവൻ ഒരുപക്ഷെ ക്രിസ്തുവായിരിക്കുമോ? ലോകം പാപിയെന്നും പരാജയപ്പെട്ടവളെന്നും വിളിച്ച് തള്ളിക്കളഞ്ഞ ഓരോരുടെ നടുവില് മാറ്റി നിർത്തിയപ്പോൾ ചേർത്ത് നിർത്തിയ ഒരു ക്രിസ്തു. ഈ മെസ്സേജ് കേൾക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ അല്പസമയം കർത്താവുമാൻ്റെ അടുത്ത് ഒന്നിരുന്ന് നോക്കിയേ, കർത്താവുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കിയേ. ആരും അറിയാത്തതും ആരും കേൾക്കാത്തതുമായ ഹൃദയത്തിന്റെ ചെറിയ വേദന പോലും കർത്താവ് അറിയുന്നുണ്ട്. ആർക്കും വേണ്ടാത്തതിനെ കർത്താവ് വേണം. മനുഷ്യൻ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക. കേവലം ഒരു വാക്കിനാലല്ല, ഒരു സമർപ്പണം. ശമരിയാക്കാരി സ്ത്രീയെ പോലെ സത്യസന്ധമായി നമ്മുടെ പരാജയങ്ങളും കുറവുകളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും കർത്താവിൻ്റെ അടുത്ത് പൂർണ്ണമായി ചെല്ലുകയും ചെയ്യുക, ഹൃദയം തുറന്ന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് രൂപാന്തരം ഉണ്ടാകും. തള്ളിക്കളഞ്ഞവരെല്ലാം മൂലക്കല്ലായി തീർന്നതുപോലെ ഈ ദിവസങ്ങളിൽ
നമ്മളെ ഏതിനാലൊക്കെ പരാജയപ്പെട്ട് നമ്മളെ ആരൊക്കെ മാറ്റി നിർത്തിയോ അവരുടെ മുൻപിൽ നമ്മുടെ രഹസ്യം വെളിപ്പെടുത്തുന്ന ഒരുവനുമായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ പങ്കുവെച്ചാൽ നമ്മളെ കേൾക്കുന്ന ഒരുവൻ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ ക്രിസ്തുവുമായുള്ള ബന്ധം ഒന്നുകൂടെ പുതുക്കി ആ ശമരിയക്കാരി സ്ത്രീയെ പോലെ കർത്താവുമായുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ പഴയ പാപത്തിന്റെ ഗുണങ്ങളൊക്കെ ഉപേക്ഷിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബപരമായ ജീവിതത്തിൽ, നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളോട് നമ്മുടെ ഹൃദയ രഹസ്യം വെളിപ്പെടുത്തുക. ആ കർത്താവിനെ അവളോട് പട്ടണത്തിലൊക്കെ ചെന്ന് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്കും നമ്മളെ രക്ഷിച്ച, നമ്മളെ വീണ്ടെടുത്ത ആ കർത്താവിനെ കുറിച്ച് ലോകമെമ്പാടും കേൾക്കുവാൻ ഇടയായി തീരട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. ആ ശമരിയക്കാരി സ്ത്രീയെ ആ പട്ടണം മുഴുവൻ അറിഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവമായുള്ള ബന്ധത്തിൽ നമ്മുടെ വിഷയത്തിനൊക്കെ ദൈവം ഇറങ്ങി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതുപോലെ നമ്മളെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച് പറയത്തക്ക രീതിയിൽ ദൈവമായ കർത്താവ് ഒരത്ഭുതം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.